ടങ് ടങ് ടണണങ് ടണണണ. ആരാണത്? പോന്നല്ലേ പോന്നല്ലേ എന്നാ ഞാൻ പൊക്കോളാം കേട്ടോ. ഓക്കെ ബായ്. ഇന്ന് നമ്മൾ ഓയിലോട്ടാണ് പോകുന്നത്. NH വഴി കൊട്ടിയത്തെ തിരക്കെല്ലാം കണ്ട് സൈഡിലെ വായുനോട്ടത്തിലൂടെ നമുക്ക് ഓയൂരെത്താം. ഓയൂരൊരു കല്യാണമുണ്ട്. അതാ ഒരു ബസ് പോകുന്നു. ആ ബസ്സിന് വാളിന് വെളിയിലൂടെ വണ്ടി ഓടിക്കാൻ ഒരു പ്രത്യേക സുഖം. വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം, ഭിത്തിയിലും പറ്റില്ല, ബസ്സിലും പറ്റില്ല. ഇതാണ് ഉമയനല്ലൂർ ഫ്ലൈ ഓവർ. ഈ ഫ്ലൈ ഓവറിന് മണ്ടയിലെ ഈ 360 വ്യൂ കാണാൻ പ്രത്യേക ഭംഗിയാണ്. ആകാശം നീങ്ങുന്നില്ലെങ്കിലും സ്ഥലം നല്ലതുപോലെ നീങ്ങുന്നുണ്ട്. കല്യാണം കഴിയും മുമ്പെങ്കിലും അങ്ങെത്തണം. അതുകൊണ്ട് നല്ലതുപോലെ കൈ കൊടുത്ത് പോവാം. ഞാൻ യൂസ് ചെയ്തേക്കുന്ന ക്യാമറ Insta360 ആണ്. അതുകൊണ്ടാണ് ഈ 360 വ്യൂ കാണുന്നത്. ഇനി സ്വല്പം നമുക്ക് സൈഡ് വ്യൂയിലോട്ട് മാറാം. അതിൻ്റെ ഭംഗിയും കൂടെ നിങ്ങൾ ആസ്വദിക്കുകയും. ഉമയനല്ലൂർ മാത്രമല്ല കേട്ടോ, എല്ലായിടത്തും ഇതേപോലെ ഭംഗിയുണ്ട്. മികച്ച റോഡിലൂടെ പോകുമ്പോൾ മികച്ച സ്പീഡും കൂടും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ ഓരോ ക്യാമറകളിലും ലൈറ്റ് അടിക്കും, ഫൈൻ വീഴും. എന്നാലും നമുക്ക് പെട്ടെന്ന് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് കൈ കൊടുത്ത് പോവാം. അപ്പോഴാണ് ഈ ഒരു സ്ഥലത്തെ പഴയ കാഴ്ചകൾ ഓർമ്മ വന്നത്. എന്തായാലും മൊത്തത്തിലൊന്ന് മാറിയിട്ടുണ്ട്. അതാ ആരോ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട് നല്ലതുപോലെ. നാം മുഖം കാണിക്കുന്നില്ല കേട്ടോ. ഇനി അല്പം കോട്ടയത്തെ തിരക്കുകളാവാം. ഇന്ന് സൺഡേ ആയതുകൊണ്ടാവാം തിരക്ക് പൊതുവെ സാധാരണത്തെക്കാൾ കുറവാണ്. നമ്മൾ എന്നാലും 4x സ്പീഡിലിട്ടാണ് ഇത് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇഴച്ച് വലിച്ചു നീക്കിയതുപോലെയാവും. മൊത്തം ഉന്തും തള്ളുവാണ്. ചട്ടപ്പടേ എന്ന് പോകാനൊന്നും പറ്റത്തില്ല. NHൻ്റെ പണി കഴിയുമ്പോഴെങ്കിലും കൊട്ടിയത്ത് ബ്ലോക്ക് മാറും. ഇതോ ആരൊക്കെയോ സൈഡിൽ കിടന്ന് വഴക്ക് കൂടുന്നുണ്ട്. വണ്ടികൾ തമ്മിൽ ഉരസി. അതാണ് അവർ വഴക്ക് കൂടുന്നത്. ഇങ്ങനെ ഇത് സ്ഥിരം കാഴ്ചയാണ് കൊട്ടിയത്ത്. ഈ റോഡുകളിൽ രണ്ടിടത്താണ് പ്രധാനമായും മെയിൻ ബ്ലോക്കുകളുള്ളത്. ഒന്ന് കൊട്ടിയത്തും ഒന്ന് പാരിപ്പള്ളിയിലുമാണ്. ബ്ലോക്കുകൾക്ക് കഴിഞ്ഞു. ഇനി ഇത്തിക്കര എത്തി. എന്തായാലും ഇത്തിക്കരയിൽ നിന്ന് ഓയൂർ വരെ ബ്ലോക്കുകളല്ല. ഇനി നമുക്ക് അല്പം ഗ്രാമഭംഗിയിൽ പോവാം. ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഒരു അമ്മാവനെടുത്ത് കുറിച്ചാടി. കൈ കാണിച്ചു. ഹെൽമറ്റും ഇല്ല. ഒരു ഹെൽമറ്റ് ഇല്ലാത്തവന് ഒരുത്തിന് ഗിഫ്റ്റ് കൊടുത്തതിൻ്റെ പറ്റി ഇപ്പോഴും കിടപ്പുണ്ട് അടച്ചിട്ടില്ല. അത് മാത്രമല്ല, ഇന്നത്തെ കാലത്ത് പരിചയമില്ലാത്തവർക്ക് ലിഫ്റ്റ് കൊടുക്കുന്നത് കുറച്ച് റിസ്ക് തന്നെയാണ്. ആ റിസ്ക് എനിക്ക് വേണ്ട. അതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അടുത്ത റിസ്ക് വരുന്നത്. അണ്ണൻ എന്ന നേരെയാണല്ലോ ഇതുപോലെ വായു ഗുളിക വാങ്ങാൻ പോകുന്നവരാണ് ഈ റോഡിൽ അപകടങ്ങൾ വരുത്തി വയ്ക്കുന്നത്. ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ഈ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. മറ്റൊരു ചളി വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം.